ഏപ്രിൽ 12-നാണ് രാജ്യത്തെ ഞെട്ടിച്ച എയർ ഇന്ത്യ വിമാന ദുരന്തം ഉണ്ടാകുന്നത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുപൊങ്ങിയ AI-171 എന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു. ബോയിങ് എന്ന അമേരിക്കൻ കമ്പനിയുടെ പ്രശസ്തമായ 787-8 ഡ്രീം ലൈനർ എന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമായിരുന്നു തകർന്നു വീണത്. അപകടത്തിൽ വിമാനത്തിലെ യാത്രക്കാരായിരുന്ന 242 പേരിൽ 241 പേരും വിമാനം ചെന്ന് ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ 19 പേരും കൊല്ലപ്പെട്ടു. തുടക്കം മുതൽ തന്നെ വിമാനം തകർന്നതിന്റെ കാരണം പൈലറ്റുമാരാണ് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലർക്കുമുള്ള വ്യഗ്രത ദൃശ്യമായിരുന്നു. തുടക്കത്തിൽ സഹ പൈലറ്റ് ക്ലൈവ് കുന്ദറാണ് വിമാനം തകർത്തത് എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ ഇപ്പോൾ ക്യാപ്റ്റൻ സുമിത് സബർവാളാണ് അതിന് കാരണമെന്ന രീതിയിലാണ് പ്രചാരണം നടത്തുന്നത്. സ്വന്തം അമ്മ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ നിരാശ മൂലം ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹം ഈ വഴി തെരഞ്ഞെടുത്തുവെന്നാണ് മാധ്യമങ്ങളുടെ വിചിത്രമായ കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിൽ സ്വതന്ത്ര മാധ്യമപ്രവർത്തകനും പ്രവാസിയുമായ ശ്രീ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ പ്രസക്തമായ ചില അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ബഹ്റിനിലെ ദി ഡെയിലി ട്രിബ്യൂൺ എന്ന പത്രത്തിലും പ്രസിദ്ധീകരിച്ചു വരികയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ ശരിവെക്കും വിധമാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് ഏറ്റവും പുതിയ പല മാധ്യമ റിപ്പോർട്ടുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെ ഈ കേസിൽ സഹായിക്കുന്ന അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ, US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് എന്നിങ്ങനെയുള്ള ഏജൻസികളിൽ നിന്നും ചോർന്നു കിട്ടിയ വിവരം എന്ന നിലയ്ക്കാണ് വാൾസ്ട്രീറ്റ് ജേർണലും മറ്റും തുടക്കത്തിൽ ഇങ്ങനെ മരണപ്പെട്ട പൈലറ്റുമാരുടെ മേൽ കുറ്റം ചാർത്തിക്കൊണ്ടുള്ള ഒരു കഥ അടിച്ചിറക്കിയത്. അത് റെഫർ ചെയ്തുകൊണ്ടാണ് ടെലഗ്രാഫും പിന്നെ നമ്മളുടെ ഇന്ത്യൻ മാധ്യമങ്ങളും അതേ ലൈനിൽ വാർത്തകൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം പൈലറ്റിന്മേൽ കുറ്റം ചാരുന്ന ഇത്തരം അഭ്യൂഹങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അത് തീരുന്നതിന് മുന്നേ ഇത്തരം നിഗമനങ്ങൾ തെറ്റാണ് എന്നുമാണ് വ്യോമയാന മന്ത്രാലയം പറയുന്നത്. ഇതിനിടയിൽ ഏതു വിധേനയും ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് കടത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഇത് നടന്നില്ല. ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു വിമാനാപകടം നടന്നതിന് ശേഷം ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കാതിരിക്കുന്നത്. ആദ്യം അമേരിക്കൻ മാധ്യമങ്ങളും തുടർന്ന് ഇന്ത്യൻ മാധ്യമങ്ങളും വിമാന ദുരന്തത്തിന് കാരണക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ഈ ക്യാപ്റ്റൻ സുമിത് സബർവാൾ ആരാണെന്ന് നോക്കാം. വിവിധ വിമാനങ്ങൾ ദീർഘകാലം പറത്തി പരിചയമുള്ള അവിവാഹിതനായ 54-കാരൻ. മുംബൈയിലെ പവായിൽ വയോധികരായ മാതാപിതാക്കൾക്കൊപ്പം താമസം. അദ്ദേഹത്തിന്റെ അമ്മ ഈ അടുത്തിടെ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ 97 വയസ്സുള്ള പിതാവ് ഒരു മുൻ DGCA ഉദ്യോഗസ്ഥനാണ്. ഒരു മൂത്ത സഹോദരിയാണ് ഉള്ളത്, ഡൽഹിയിൽ താമസം. ഈ സഹോദരിയുടെ 2 മക്കളും പൈലറ്റുമാരാണ്. അമ്മയുടെ മരണത്തിന് ശേഷം രോഗിയായ തന്റെ പിതാവിനെ പരിചരിക്കുന്നതിന് വേണ്ടി പൂർണ്ണ സമയം നീക്കിവെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് റിട്ടയർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. മുന്നോട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ പറ്റി വ്യക്തമായ ബോധ്യമുള്ള ഒരു മനുഷ്യൻ. അതിനുവേണ്ടി വ്യക്തമായ പദ്ധതികൾ ഉള്ള ഈ മനുഷ്യനാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി 242 യാത്രക്കാരുള്ള വിമാനത്തെ തകർത്തു എന്ന ആരോപണം ഉന്നയിക്കുന്നത്. എയർബസ് A310, ബോയിങ് 777, ഡ്രീം ലൈനർ എന്നീ വിമാനങ്ങൾ ധാരാളം പറത്തിയിട്ടുണ്ട്. ഈ ബോയിങ് 787 ഡ്രീം ലൈനറിൽ മാത്രം ഏതാണ്ട് 15,638 മണിക്കൂർ വരെയാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ പരിചയക്കുറവും ആരോപിക്കാനാവില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെയാണ് വാൾസ്ട്രീറ്റ് ജേർണലും ഡെയിലി ടെലഗ്രാഫും ചേർന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു വിമാന ദുരന്തത്തിന് ഉത്തരവാദിയായി ചിത്രീകരിച്ചത്. ഈ വാദങ്ങൾക്ക് ബലം നൽകാൻ വേണ്ടി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ചില ഇന്ത്യക്കാരും രംഗത്തുണ്ട്. മോഹൻ രംഗനാഥൻ എന്നൊരു പൈലറ്റാണ് ഈ കൂട്ടത്തിൽ ഒരാൾ. സുമിത് സബർവാളിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തനിക്ക് അറിയാമെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണ ഏജൻസികൾ ആദ്യം കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ഈ മോഹൻ രംഗനാഥനെയല്ലേ? കാരണം 100 കണക്കിന് യാത്രക്കാരെയും കൊണ്ട് പറക്കുന്ന ഒരു പൈലറ്റിന് മാനസിക പ്രശ്നമുള്ളത് അറിഞ്ഞുകൊണ്ട് മറച്ചുവെച്ച് ഇയാൾ ചെയ്തത് ചെറിയ കുറ്റമല്ലല്ലോ. ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബോയിങ് കമ്പനിയും അവരുടെ ക്രെഡിബിലിറ്റിക്ക് മുന്നിൽ ചോദ്യചിഹ്നമുയർത്തിയ ഇത്തരം ഒരു ആക്സിഡന്റിന് കാരണമായ വിവരം മറച്ചുവെച്ചതിന് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരേണ്ടതാണല്ലോ. എന്നാൽ ഒരു മാധ്യമവും മോഹൻ രംഗനാഥനോട് ഈ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഒരു അന്വേഷണ ഏജൻസിയും ചോദിച്ചില്ല. മാത്രമല്ല, ഈ മോഹൻ രംഗനാഥൻ നിലവിൽ ബോയിങ്ങിന്റെ ഒരു ട്രെയിനറും കൂടിയാണ്. അപ്പോൾ ഇയാളുടെ വിധേയത്വം ആരോടായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. നോക്കൂ, ഈ ബോയിങ് 787-ൽ കഴിഞ്ഞ 2019 മുതൽ പല തവണ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ തകരാറുകൾ കണ്ടെത്തിയിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയിരിക്കെ ഒരു വിമാനം തകർന്നു വീണതിന് ശേഷം ഇനി തിരിച്ചു വന്ന് വിശദീകരണം നൽകാൻ കഴിയാത്ത മരണപ്പെട്ട പൈലറ്റിന് മേൽ കുറ്റം ചാരുന്നത് ആരെ രക്ഷിക്കാനാണ്? മാധ്യമങ്ങളെയും ഈ നറേറ്റീവ് പ്രചരിപ്പിക്കുന്ന മറ്റുള്ളവരെയും സംബന്ധിച്ച് മരണപ്പെട്ട ഒരു പൈലറ്റിനേക്കാൾ ബോയിങ് എന്ന വ്യവസായ ഭീമനിൽ നിന്നാണല്ലോ മെച്ചം കിട്ടാൻ സാധ്യതയുള്ളത്. നിരവധി വിമാനാപകടങ്ങൾ കണ്ട ബോയിങ്ങിന് ഇതൊട്ട് പുത്തരിയല്ല താനും. കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കിടയിൽ തന്നെ ഇതേ ഡ്രീം ലൈനർ വിമാനങ്ങൾ 2 എണ്ണം തകർന്നിട്ടുണ്ട്. 350 പേരോളം കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഇനി ഈ അഹമ്മദാബാദിലെ വിമാനം തകർന്നു വീണത് ഉച്ചയ്ക്ക് 1:39-നാണ്. ടേക്ക് ഓഫ് കഴിഞ്ഞ് 30 സെക്കൻഡുകൾക്ക് ശേഷം. റിപ്പോർട്ടുകൾ പ്രകാരം തകർന്നു വീഴുന്ന സമയത്ത് വിമാനത്തിന്റെ വേഗത 180 knots ആയിരുന്നു.
വിമാനം ക്രാഷ് ആവുന്നതിന് 18 സെക്കൻഡുകൾക്ക് മുമ്പ് വിമാനത്തിന്റെ എഞ്ചിൻ ഓൺ ആക്കാനുള്ള സ്വിച്ച് പ്രവർത്തിപ്പിച്ചതായി റെക്കോർഡുണ്ട്. വിമാനത്തിന്റെ ഇന്ധന ടാങ്കിൽ നിന്നും എഞ്ചിനിലേക്കുള്ള ഇന്ധന സപ്ലൈ നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫായി കിടന്നതായിരുന്നു ഇതിനുള്ള കാരണം. സ്വിച്ച് ഓഫായി കിടന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ആരാണിത് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് സഹ പൈലറ്റ് ഞാനല്ല എന്ന് മറുപടി പറയുന്നുമുണ്ട്. ഈ സംഭാഷണം കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞിട്ടുള്ളതാണ്. ഈ ചോദ്യവും ഉത്തരവും കേട്ടിട്ടാണ് ക്യാപ്റ്റൻ സുമിത് സബർവാളാണ് വിമാനത്തിന്റെ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്നൊരു ഹേസ്റ്റി ജഡ്ജ്മെന്റ് വാൾസ്ട്രീറ്റ് ജേർണലിനെ പോലെയുള്ള മാധ്യമങ്ങൾ നടത്തിയത്. അതാണ് മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചത്. ഇനി ഇതെല്ലാം കേൾക്കുന്ന ചിലർക്കെങ്കിലും ഈ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് തോന്നിയേക്കാം. ഇന്ധന സപ്ലൈ കട്ട് ചെയ്ത പൈലറ്റ് തന്നെ താനല്ല ചെയ്തത് എന്ന് കളവ് പറഞ്ഞതായിക്കൂടെ? ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത് വെറുമൊരു ഓൺ ഓഫ് ബട്ടൺ അല്ല, അതൊരു സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എന്നാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പേര്. ഈ സ്വിച്ച് പ്രവർത്തിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സോഫ്റ്റ്വെയറിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റിക്വസ്റ്റ് കൊടുക്കുന്ന സാഹചര്യം നോക്കിക്കൊണ്ടാണ് സോഫ്റ്റ്വെയർ ഇന്ധനം കട്ട് ഓഫ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. സോഫ്റ്റ്വെയർ സാഹചര്യം നോക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്ധനം കട്ട് ഓഫ് ചെയ്തുകൂടാത്ത അവസരങ്ങളാണെങ്കിൽ പൈലറ്റ് ഈ കട്ട് ഓഫ് സ്വിച്ച് പ്രവർത്തിപ്പിച്ചാലും ഇന്ധനം സോഫ്റ്റ്വെയർ കട്ട് ചെയ്യില്ല, അഥവാ കട്ട് ചെയ്യാൻ പാടില്ല. വിമാനത്തിന്റെ ടേക്ക് ഓഫ് എന്ന് പറയുന്നത് അത്തരമൊരു സാഹചര്യമാണ്. ഇനി സാഹചര്യം അനുകൂലമാണെങ്കിലും സോഫ്റ്റ്വെയർ പൈലറ്റിൽ നിന്നും രണ്ടാമതൊരു കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഇന്ധനം കട്ട് ഓഫ് ചെയ്യൂ. മാത്രമല്ല മറ്റൊന്നുകൂടിയുണ്ട്. അപകടത്തിന് ശേഷം ക്യാപ്റ്റൻ സുമിത് സബർവാളിനെതിരെ മാധ്യമങ്ങളും മറ്റും ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ പൈലറ്റുമാരുടെ അസോസിയേഷൻ രംഗത്ത് വന്നിരുന്നു. അവരിൽ പലർക്കും ഈ ഡ്രീം ലൈനർ വിമാനത്തിലെ സോഫ്റ്റ്വെയർ പാളിച്ചകൾ അനുഭവമുള്ളതാണ്. മാത്രമല്ല അവർ മറ്റൊരു വാദഗതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഡ്രീം ലൈനർ വിമാനത്തിൽ 2 എഞ്ചിനുകളാണുള്ളത്. രണ്ടിലേക്കും ഇന്ധന സപ്ലൈ നിയന്ത്രിക്കാൻ വെവ്വേറെ സ്വിച്ചുകളുണ്ട്. ഈ സ്വിച്ച് എന്ന് പറയുമ്പോൾ വെറുമൊരു ബട്ടൺ അല്ല, ചെറിയൊരു ലിവർ പോലെയുള്ള സംവിധാനമാണ്. ആദ്യം ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്യുന്നു, അപ്പോൾ സോഫ്റ്റ്വെയറിന് റിക്വസ്റ്റ് കിട്ടുന്നു. തുടർന്ന് സോഫ്റ്റ്വെയർ സാഹചര്യം അനുകൂലമാണെങ്കിൽ മാത്രം കൺഫർമേഷൻ ചോദിക്കുന്നു. ഈ കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇന്ധനം കട്ട് ഓഫ് ആകുന്നു. ഇങ്ങനെ 2 എഞ്ചിനുകൾക്കും മാറി മാറി ചെയ്യണം. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഈ 2 എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സപ്ലൈ വെറും അര സെക്കൻഡ് കൊണ്ടാണ് കട്ടായിരിക്കുന്നത്. ഇത് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് മാനുവലായി ചെയ്യുന്നത് അസാധ്യമാണെന്നും സോഫ്റ്റ്വെയറിന്റെ പാളിച്ച കൊണ്ടാവാനേ സാധ്യതയുള്ളൂ എന്നുമാണ് പൈലറ്റ് അസോസിയേഷൻ പറയുന്നത്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കഷ്ടിച്ച് 1 സെക്കൻഡിലും കുറവ് സമയം കൊണ്ട് ഈ 2 എഞ്ചിനുകളും ഒരു പൈലറ്റ് വിചാരിച്ചാൽ തന്നെ ഓഫാക്കാൻ സാധ്യമല്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്, ഈ പൈലറ്റ് കട്ട് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ ഇന്ധനം കട്ട് ഓഫ് ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർ അനുവദിക്കാൻ പാടില്ല. രണ്ടാമത്, സോഫ്റ്റ്വെയർ അനുവദിച്ചാൽ തന്നെ 1 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് ടേക്ക് ഓഫിനിടയിൽ ഈ 2 എഞ്ചിനുകളും ഓഫാക്കാൻ പൈലറ്റിന് ഒരിക്കലും സാധിക്കുകയുമില്ല. ഇനി ടേക്ക് ഓഫ് ചെയ്ത് വെറും 30 സെക്കൻഡിനുള്ളിലാണ് വിമാനം ക്രാഷ് ആവുന്നത്. ക്രാഷ് ആവുന്നതിന് 18 സെക്കൻഡുകൾക്ക് മുമ്പ് എഞ്ചിനിലേക്കുള്ള ഫ്യൂവൽ സപ്ലൈ സ്വിച്ച് വീണ്ടും ഓൺ ആക്കാൻ പൈലറ്റുമാർ ശ്രമിച്ചിരുന്നുവെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതായത് അതിനേക്കാൾ മുന്നേ ഫ്യൂവൽ സപ്ലൈ കട്ടായി എഞ്ചിൻ ഓഫായിരിക്കണം. എഞ്ചിൻ ഓഫായി ത്രസ്റ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ഈ സ്വിച്ച് ഓഫായി കിടക്കുന്നത് പൈലറ്റുമാർ ശ്രദ്ധിക്കുന്നത്. ഈ ഓഫായി കിടക്കുന്ന ഫ്യൂവൽ സപ്ലൈ സ്വിച്ചുകൾ വീണ്ടും മാനുവലായി ഓണാക്കാൻ ഏറ്റവും മിനിമം 8 മുതൽ 10 സെക്കൻഡെങ്കിലും വേണ്ടിവരുമെന്നാണ് പൈലറ്റ് അസോസിയേഷനിലെ പൈലറ്റുമാർ പറയുന്നത്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിനുള്ളിൽ ക്രാഷായി 18 സെക്കൻഡ് മുമ്പ് ഈ സ്വിച്ച് വീണ്ടും ഓണാക്കാൻ ശ്രമിക്കുന്നു. അതായത് അതിനു മുമ്പുള്ള 12 സെക്കൻഡ് മാത്രമാണ് വിമാനം വായുവിൽ ഉയർന്നുകൊണ്ടിരുന്നത്. ആ 12 സെക്കൻഡിൽ 8 മുതൽ 10 സെക്കൻഡ് വരെ ഈ കട്ട് ഓഫ് ആയ ഫ്യൂവൽ സ്വിച്ച് ഓണാക്കാനുള്ള പ്രൊസീജിയറിന് എടുത്തു കാണണം. എന്ന് വെച്ചാൽ ടേക്ക് ഓഫ് ആയ ഉടനെയോ അതിന് തൊട്ടു മുമ്പോ ഈ സ്വിച്ചുകൾ ഒരുമിച്ച് ഓഫായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ വിമാനം താഴേക്ക് പതിക്കുന്നതിന് തൊട്ടു മുമ്പ് 625 അടി വരെ ഉയരത്തിൽ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റൺവേയിൽ വെച്ച് തന്നെ ഈ സ്വിച്ച് കട്ട് ഓഫ് ആയിരുന്നെങ്കിൽ ഇത്രയും ഉയരം എത്തില്ലായിരുന്നു. അതായത് വിമാനം നിലത്തുനിന്ന് പൊങ്ങിയതിന് പിന്നാലെയാണ് ഈ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന സപ്ലൈ സ്വിച്ച് വെറും അര സെക്കൻഡിൽ കട്ട് ഓഫ് ആയിരിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ദുരന്തത്തിന് പിന്നിലെ വില്ലൻ വിമാനത്തിന്റെ ഈ ഫ്യൂവൽ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എന്ന സോഫ്റ്റ്വെയർ തന്നെ ആയിരിക്കണമെന്നാണ്. ഈ ബോയിങ് ഡ്രീം ലൈനർ വിമാനങ്ങളിലെ പല സോഫ്റ്റ്വെയർ തകരാറുകളെ കുറിച്ച് 2019 മുതൽ തന്നെ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഓരോ തകരാറുകൾ ചർച്ചയാവുമ്പോഴും ബോയിങ് അതാത് തകരാറുകൾക്ക് ഓരോ പാച്ചുകൾ പ്രൊവൈഡ് ചെയ്യലാണ് പതിവ്. പിന്നെ എയർ ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ സർവീസിനെ കുറിച്ച് പൊതുവെ വളരെ മോശം അഭിപ്രായമാണ് ഉള്ളത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എയർ ഇന്ത്യ സമയാസമയത്ത് വിമാനത്തിന് ആവശ്യമായ സർവീസുകൾ ചെയ്തിരുന്നോ എന്നത് ഇനിയും അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. ഈ മരണപ്പെട്ട ക്യാപ്റ്റൻ സുമിത് സബർവാൾ തന്നെ പല സർവീസ് പോരായ്മകളും തന്റെ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇങ്ങനെയുള്ള പല വസ്തുതകളും നിലനിൽക്കെയാണ് 10,000-കണക്കിന് മണിക്കൂറുകൾ ഫ്ലൈയിങ് അവേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ള സുമിത് സബർവാൾ എന്ന വെൽ റെപ്യൂട്ടഡ് പൈലറ്റിനെ അദ്ദേഹത്തിന്റെ മരണശേഷവും ബലിയാടാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ കഥകൾ ചമയ്ക്കുന്നത്. ഈ പശ്ചാത്തലത്തിലായിരിക്കണം ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ശ്രീ രാം മോഹൻ നായിഡു പാർലമെന്റിൽ തന്നെ ഇത്തരം ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന് വസ്തുതകൾ മുന്നിൽ വരുന്നതുവരെ മരണപ്പെട്ട ഒരു വ്യക്തിയെ ഇത്തരത്തിൽ കുറ്റവിചാരണ ചെയ്യുന്നതും തേജോവധം ചെയ്യുന്നതും അങ്ങേയറ്റം നീചമായ നടപടിയാണ്. ഡ്രീം ലൈനർ മുതലാളിമാർക്ക് സുഖം കിട്ടുന്ന വാർത്തകൾ എഴുതി എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കാനാണെങ്കിൽ അത് ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ മേൽ നൂറുകണക്കിന് ആൾക്കാരുടെ മരണത്തിന്റെ കുറ്റം ചാർത്തിക്കൊണ്ടാവരുത്. നമസ്കാരം.